എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മറ്റൊരു ഹെയർ കെയർ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ളതാണ്. കുറേ അധികം മുടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞെടുക്കുക, മുടി ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ലിമിറ്റ് ഇല്ലാണ്ട് കൊഴിയുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല കിടിലനായിട്ട് മുടി കൊഴിച്ചിൽ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ നിർത്താമെന്നൊക്കെ പറയില്ല, അങ്ങനെ സൂപ്പർബായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഒപ്പം നല്ലോണം മുടി ഗ്രോത്ത് ആയിട്ട് നല്ല തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണിക്കാണ് നമ്മളിന്ന് കാണുന്നത്. നല്ല സൂപ്പർ റിസൾട്ടാണ്. നമ്മളൊരു 1 വീക്ക് ഇപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ 1 വീക്ക് ഈ ഹെയർ ടോണിക് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് നമ്മുടെ ഹെയർ ഫോൾ, അതായത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് നമുക്ക് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ടോണിക്കാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, തയ്യാറാക്കുക ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഹെയർ ടോണിക്ക് ശരിക്കും ഒരു അതിശയകരമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നിറയെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവുകയും ഒപ്പം നല്ല കറുത്ത് നല്ല തിക്കായിട്ട് മുടി ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കറിവേപ്പിലില്ലേ, നമ്മൾ കറിക്കൊക്കെ ഇടുന്ന കറിവേപ്പില, അതാണ് നമുക്ക് വേണ്ടത്. അത് ഏകദേശം ഒരു 4 സ്പൂണോളം നീര് കിട്ടാൻ പാകത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അപ്പം ഞാൻ 4 സ്പൂൺ നീര്, വെള്ളമൊന്നും ആദ്യം നമ്മൾ വെള്ളം ചേർക്കാൻ അരയ്ക്കുക. ശേഷം ഒരു 2 സ്പൂണോളം വെള്ളം അല്ലെങ്കിൽ 1 സ്പൂണോളം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ നീരെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മിക്സിലേക്ക് 4 സ്പൂൺ കറിവേപ്പില ജ്യൂസിലേക്ക് നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒലീവ് ഓയിൽ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒത്തിരി നല്ലതാണ്. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും നമ്മുടെ മുടീനെ നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഷൈനി ആയിട്ടൊക്കെ വെക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 സ്പൂൺ ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ഇത് നമ്മൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കുക. അപ്പോൾ ഞാനിതെല്ലാതും അങ്ങാടി ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നാന്ന് വെച്ച് മേടിക്കാം കേട്ടോ. എന്നാൽ ചില ഓൺലൈനിലൊക്കെ കിട്ടും. ചില സമയത്ത് തീരെ നമുക്ക് വേറെ നിവർത്തിയില്ലെങ്കിൽ ഓൺലൈനിൽ നോക്കും. ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അങ്ങാടി ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ, കാച്ചെണ്ണ, പാക്ക് കാര്യങ്ങളൊന്നും പറ്റാത്തവർക്ക് ഇത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഒരുവിധം ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ട്, മുടി കൊഴിച്ചിൽ തീരെ നിൽക്കണില്ല, അതിന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് അവണക്കെണ്ണയാണ്. അതും നമ്മൾ 2 സ്പൂൺ ആണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 4 സ്പൂൺ നമ്മുടെ കറിവേപ്പിലയുടെ ജ്യൂസും പിന്നെ ബാക്കി ഓയിൽസ് ഒക്കെ 2 സ്പൂൺ വീതം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇത് വെള്ളം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മിക്സ് ആവാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് കുറച്ചധികം നേരം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു ടോണിക് മാതിരി നമുക്ക് കിട്ടും. അത് ഏറ്റവും നല്ലൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കോരൊഴിച്ച് അപ്ലൈ ചെയ്യുന്നേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പഴയ ടോണറിൻ്റെ ഒക്കെ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തിട്ട് അതായത് മാതിരി നമ്മുടെ ഈ ഒരു ടോണിക് നമ്മൾ ഇതിലേക്ക് ആക്കി വെക്കുക. ഇത് നമ്മൾ നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എന്നും മുടി തല കഴുകുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായി അപ്ലൈ ചെയ്ത് തലയിൽ വെക്കുക. ഒരു 2 ആഴ്ചത്തോളം അടുപ്പിച്ച് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമ്മൾ മുടി കൊഴിച്ചിൽ കുറയുമ്പോൾ മുടി കൊഴിച്ചിൽ എന്തായാലും നമുക്ക് വ്യത്യാസം കാണും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ പിന്നെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക. പക്ഷെ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നല്ല റിസൾട്ടായിരുന്നു. ഒരു 1 വീക്ക് തന്നെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലോണം വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയിലത്തെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം കൂടുതൽ നമ്മുടെ തലോട്ടീനെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അതായത് അപ്ലൈ ചെയ്ത് തുടങ്ങണ സമയത്തുള്ള ആ ഒരു ഹെയർ. അപ്പോൾ എനിക്ക് നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പിന്നെ മുടിക്ക് തിക്നെസ് പോയിട്ടുണ്ടായിരുന്നു. അതായത് മുടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൊഴിച്ചിലാണ്. അത് ആ സമയത്ത് കൊഴിച്ചിൽ ചിലർക്ക് അത് അതായത് ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ആവും മാറുക. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ മുടി കൊഴിച്ചിലായിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ ഇരിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഹെയർ ഫോള് ഞാൻ അങ്ങനെ ഉറപ്പ് പറയുന്നില്ല. ചിലർക്ക് മാറില്ല, ചിലർക്ക് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അതങ്ങനെ ഡെലിവറിക്ക് ശേഷമാവും മാറുക കേട്ടോ. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം കണ്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി പ്രഗ്നൻ്റ് അല്ല, നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരു ഹെയർ ഫോളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമുക്ക് മുടി കൊഴിച്ചിൽ വരും. അത് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ. കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആവണതിന് മുമ്പ് എനിക്ക് വിറ്റമിൻ ഡി ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മുടി കൊഴിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. പിന്നെ നമുക്കത് മരുന്നൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പം എന്തായാലും അത് നോക്കാം കേട്ടോ. അത് ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വിറ്റമിൻ ഡി കുറയുന്നത്. അപ്പം എന്തായാലും അത് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുടി കൊഴിച്ചിൽ നല്ലോണം ഉള്ളവർക്ക്. പിന്നെ നമുക്ക് മുടി ഇങ്ങനെ നെറ്റ് കയറുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ, ആ പോയിന്റിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന്
അപ്ലൈ ചെയ്തിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മുടി ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലാവിടെയും അതൊന്ന് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അത് നല്ല രീതിക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നല്ലോണം മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എന്നും തല കഴുകുക. തല കഴുകുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുക, കുറച്ച് നേരം വെക്കുക. വെറുതെ ഇപ്പോൾ ഷാമ്പു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്നും ഷാമ്പു ഇത്ര ഉപയോഗിക്കുന്ന നല്ലതല്ല. നോർമലായിട്ട് കഴുകുക, വല്ല താളിപ്പൊടിയോ പൗഡർ എന്തെങ്കിലും വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ 1 വീക്കിന്റെ ഒരു വ്യത്യാസം മുടിക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ഈ പുറത്ത് വെച്ചിട്ട് കാണുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന്റെ ആ സമയത്തുള്ള ഇതാണ്. 1 വീക്ക് ആയതിനു ശേഷം മുടിക്ക് നല്ല തിക്നെസ്, അതായത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയുമ്പോൾ തന്നെ നമുക്ക് നല്ല മുടി ഹെൽത്തി ആയി മാതിരി ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് നീളവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നോക്കാം, നല്ല വ്യത്യാസം കാണുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു ഹെയർ ടോണിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. റിസൾട്ട് പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് കാച്ചെണ്ണകളൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കാച്ചെണ്ണ റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു നല്ലൊരു റിസൾട്ട് കാണാനില്ല എന്നൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടോണിക് ആണ് ഈ ഒരു സംഭവം. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ബോട്ടിൽ നമുക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത്, നമ്മൾ വീഡിയോയിൽ കണ്ടില്ല അതുപോലെ മസാജ് ചെയ്ത് നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ഹെയർ ക്ലെൻസർ പൗഡർ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബാക്കിയുള്ള സിറം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. പക്ഷെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ തലയിലേക്ക് എടുത്ത് ഉപയോഗിക്കരുത്. നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ടോണിക് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മളിത് പുറത്തെടുത്ത് വെക്കുക. കുറച്ച് നേരം മുമ്പ്, 1 അരമണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തണുപ്പൊക്കെ വിട്ട് ഇത് നോർമലായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടോ. നമുക്ക് നല്ലോണം തണുപ്പൊക്കെ വിട്ട് നോർമലായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക ഹെയർ ടോണിക് മാതിരിയായി. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഹെൽത്തി ആയിരിക്കും. അതിന് ശേഷം നല്ല തിക്കായിട്ട് നല്ല ഷൈനി ആയിട്ട് നല്ല ഉള്ളോടുകൂടി നല്ലോണം നീളം വയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടോണിക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.